ഇറാനും അമേരിക്കയും ധാരണയിലേക്കെന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ട ഖത്തർ അമീറുമായി ഇസ്രായേലുമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തി. കൂടാതെ ഇറാനെതിരായ ആക്രമണം റദ്ദാക്കിയതായി ട്രംപ് പ്രഖ്യാപിച്ചു. ഗൾഫ് രാജ്യങ്ങളും ഇറാന്റെ പരമോന്നത നേതൃത്വവുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ കരാറിന്റെ അവസാനഘട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ഔദ്യോഗിക സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ കരാർ അന്തിമമാകുന്നതുവരെ ഹോർമൂസിലും പശ്ചിമേഷ്യയിലും സൈനിക ഉപരോധം തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരെ യുദ്ധഭീഷണി മുഴക്കിയ മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ട്രംപിന്റെ മനംമാറ്റം. ചർച്ചകൾ വിജയകരമായ സാഹചര്യത്തിൽ ഇറാനെതിരെ നടത്താനിരുന്ന ബോംബ് ആക്രമണങ്ങളും മറ്റ് സൈനിക നീക്കങ്ങളും റദ്ദാക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കുകയായിരുന്നു. ഏതായാലും ഇറാൻ അമേരിക്ക ധാരണയാകുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇറാനും അമേരിക്കയും ഒരു ധാരണയിലേക്ക് എത്തുന്നു എന്നൊരു സൂചനയാണുള്ളത്. ഏതായാലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ എന്നതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഇറാനും അമേരിക്കയും ധാരണയിലേക്കെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഖത്തർ അമീറുമായും ഇസ്രായേലുമായും ട്രംപ് ചർച്ച നടത്തി എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. കൂടാതെ ഇറാനെതിരായ ആക്രമണം റദ്ദാക്കിയതായും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളും ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ കരാറിന്റെ അവസാനഘട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ കരാർ അന്തിമമാകുന്നതുവരെ ഹോർമൂസിലും പശ്ചിമേഷ്യയിലും സൈനിക ഉപരോധം തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരെ യുദ്ധഭീഷണി മുഴക്കി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ട്രംപിന്റെ ഈ ഒരു മനംമാറ്റം ഉണ്ടായിരിക്കുന്നത്. ചർച്ചകൾ വിജയകരമായ സാഹചര്യത്തിൽ ഇറാനെതിരെ നടത്താനിരുന്ന ബോംബ് ആക്രമണങ്ങളും മറ്റ് സൈനിക നീക്കങ്ങളും റദ്ദാക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. CBSE മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. മൂല്യനിർണ്ണയത്തിലെ അപാകത ചോദ്യം ചെയ്തും പുനർമൂല്യനിർണ്ണയം വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ പദ്ധതി നൽകാൻ CBSEയോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടെ CBSE ഇന്ന് കോടതിയെ ധരിപ്പിക്കും. ഏതായാലും CBSE പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. മൂല്യനിർണ്ണയത്തിലെ അപാകതകളടക്കം ചോദ്യം ചെയ്യുകയും പുനർമൂല്യനിർണ്ണയം വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ പദ്ധതി നടപ്പിലാക്കാൻ CBSEയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടെ CBSE ഇന്ന് കോടതിയെ ധരിപ്പിക്കും.